நல்ல காலம் வரப்போறதையா, நல்ல காலம் வரப்போறது. வாங்கய்யா, வாங்கய்யா. என்ன சிரிப்பு, என்ன சிரிப்பு. பார்த்தா ராசா மாதிரி தெரியுது. நீ ராசா ஆக வேண்டியவங்க. நான் சொல்றது ஏதாவது புரியுதா? புரிஞ்சு. தத்தை எதுவும் சீட் எடுக்கட்டுமா? தத்தை விட தத்தை கத்தை எல்லாம் டீ சாப்பிட போச்சு. வாங்க ஐயா. தத்தை இப்போ தத்தை எல்லாம் பிடிக்கிறது வந்து ரொம்ப பெரிய கேஸு. உள்ள போட்டுருவாங்க அவங்க. தெரியும், ஜெயிலில் போ. வைல்டு பேர்டு. ஒரு சீட் எடுக்கட்டுமா இந்த தத்தை? எடுங்க. தர்சனை போடுங்க. தர்சனை? ஒரு தர்சனை போடுங்க. அந்த கடவுளை எல்லாம் மனசுல ஞாபகம் வச்சுக்கிட்டு. காடா என்னது? காடு. காடு கீடு மண்ணாங்கட்டாகணும் வேணாம். அங்க 50 ரூபா இருக்கு. 50 ரூபா அங்க எடுங்க. 100 இல்லவா? 100 இல்ல. அடேங்கப்பா. யாரு? சரஸ்வதி. சரஸ்வதி வந்து கலாதேவதை. நோக்கிட்டு பாக்கட்டு. யாரு? சரஸ்வதி தேவி. சரஸ்வதி வந்து கலாதேவதை. கலாம். உன் நட்சத்திரம் என்ன? அனிடம். அனுசமா? அனிசம் இல்ல, அனிடம். அனுஷம். அனுஷத்துக்கு வந்து இது நல்ல நாள். ராசயோகம் வர போறேன். உன்னை பார்த்தாதே தெரியுது ஏதோ நல்லது நடக்க போறேன். நான் சொல்றது புரியுதா? புரிஞ்சு. ஏதோ நல்லா நடக்க போறேன். நீங்க ஒண்ணு பண்ணுங்க. உன் முகம் எல்லாம் வந்து பார்க்கும்போது ஏதோ கலையில பெரிய ஆள போறேன். கலையில பெரிய ஆளாக போறேன். சொல்றது புரியுதா? புரிஞ்சு. கலையில வந்து நீ பெரிய ஆளாக போற. சரஸ்வதி யாரு? கலை. கலாதேவதை. கலைமணி. கலைமணி அம்மாள். கல்மாள். அதனால நீங்க ஒண்ணு பண்ணுங்க. நீ ஏதாவது சீரியல்லா சினிமாவில் போய் நடிங்க. தாராளமா நடிங்க. உன்னை பார்த்தா சிவாஜி கணேசன் மாதிரி தெரியுது. சிவாஜி கணேசன்? நிச்சயமா. என்னமோ பாட்டும் நானே பாவமும் அங்கதான் உங்களுக்கு ஒரு லைஃப் இருக்கு, ஒரு வெற்றி இருக்கு. நீ ஒரு வெற்றி மனிதன், ஒரு தனி மனிதன். போங்க போங்க சார், போங்க. நல்ல காலம் வர போற. போங்க. കൈനോട്ടക്കാരൻ കൊള്ളാല്ലേ? ഇവിടെ കണ്ട മുഖം ആസിയെ പോലെ ഇരിക്കുന്നു. അവന്റെ തന്തയായിരിക്കും. ശിവാജിയുടെ ഇത്ര വൈകിയേ? നടന്നെങ്കിൽ എത്തണ്ടേ? പിന്നെ ഉഗാണ്ടേന്നല്ലേ വരണത്. മുട്ട മേടിച്ചാ? മുട്ട വാങ്ങിയില്ല. എന്താ വാങ്ങാഞ്ഞേ? പൈസ കഴിഞ്ഞില്ല. അപ്പൊ പിള്ളേരെ വരുമ്പോ എന്ത് കൊടുക്കും? പൈസ കഴിഞ്ഞില്ല. ഇപ്പൊ സാധനത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. നിങ്ങൾ ബാറ്ററി മേടിച്ചല്ലേ? ബാറ്ററിയാ? ഞാൻ ബാറ്ററി ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ പറഞ്ഞ വഴിയില്ലേ ഒരാളെ കണ്ട്. കൈനോട്ടക്കാരായി. അയാള് പറയണ് ഞാൻ രാജകുടുംബത്തിൽ പിറന്നവനാണ്, ഈ ജന്മത്തില് ചെങ്കോലും കിരീടം ഇല്ലെങ്കിലും രാജാവിനെ പോലെയാണ് ജീവിക്കണേന്ന്. വഴിയിൽ ഏതോ ഒരു പ്രാന്തനെ കണ്ടിട്ട് ലാടെന്ന് അയാൾ എന്തോ പിച്ചുമയും പറഞ്ഞായിരിക്കും. പോടി അവിടുന്ന്. അയാള് പ്രാന്തനൊന്നും അല്ല. അയാൾ പറഞ്ഞെന്നറിയാമോ? ഞാൻ സരസ്വതി കടാക്ഷം ഉള്ളവനാണ്, അതുകൊണ്ട് കലാകാരനാവേണ്ടവനാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, എന്താണ് എൻ്റെ മകൻ ശിവാജി ഗണേശനെ പോലെയാണ് ഇരിക്കണേന്ന്, അതുകൊണ്ട് സിനിമയിൽ സീരിയലൊക്കെ അഭിനയിക്കാൻ പോകാൻ പറഞ്ഞു. അപ്പൊ ശരിയായിരിക്കും കേട്ടോ, അയാള് ലാടൻ തന്നെ ആയിരിക്കും. നിങ്ങൾ സൂപ്പർ അഭിനയം. എൻ്റെ അടുത്ത് കള്ളൻ. എന്തേ പിള്ളേരോടെ പോയി? പിള്ളേരോടെ പോയി. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പിള്ളേരുടെ ക്ലാസ്. ഓ എന്താണ് ഇത്? കണ്ടില്ലേ നിനക്ക്? പിള്ളേരെവിടെ? അവരൊക്കെ വന്നോളൂ, ഞാൻ ഓടി വന്നതാ. എന്ത് അമ്മ, സ്കൂളിലെ ജില്ലാ തലത്തിലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് എന്റെ കഥയെ തെരഞ്ഞെടുത്തേ. ജില്ലയില് 10 പിള്ളേരുടെ കഥ എഴുതി, അതിനകത്ത് ഒരു കഥ എൻജെയാ. അമ്മ, ഇനി ഇതിന്റെ കഥ, തിരക്കഥ, സംവിധാനം ഒക്കെ ഞങ്ങൾ സ്കൂളിലെ പിള്ളേരാ ചെയ്യുന്നേ. എന്നാ പിന്നെ ഇതിന്റെ തിരക്കഥ നീ എഴുത്. അതൊന്നും അവര് പറയൂല എഴുതാനായിട്ട്, അപ്പൊ പറയുമ്പോ ഞാൻ എഴുതും. അല്ല, അതിന് എനിക്ക് തിരക്കഥയൊക്കെ എഴുതാറിയോ? അതൊക്കെ പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതൊക്കെ അവൾ എഴുതിക്കോളോടാ. തിരക്കഥ പഠിക്കാനാ? എടി അതൊക്കെ ജന്മന കിട്ടണ കഴിവാ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാതിരിക്കലടാ. ഇതെന്ത് സംഭവം? എന്തോ ചിൽഡ്രൻസ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ചേച്ചിയുടെ കഥയെ തെരഞ്ഞെടുത്തേ. അല്ല അതിരിക്കട്ടെ, കഥയുടെ പേരെന്തുവാ? വികൃത രൂപങ്ങൾ. അയ്യേ, വികൃത രൂപങ്ങളാ? ഇതെന്തൊട്ട് പേരിത്? വികൃത രൂപ നില്ലേ, ഇതൊന്ന് കേട്ടിട്ട് പോ. മിക്കവാറും നീ ആയിരിക്കും അതിനകത്ത് നായകൻ. അയ്യോ,
പക്ഷെ നല്ല പേരല്ലേ, നല്ല പേരാ. വികൃത രൂപങ്ങൾ. നിന്റെ അനിയനെ പിടിച്ച് നായനാക്കാം. മോളെ കഥ എന്തായി കേക്കട്ടെ. ആദ്യം അത് പറ. വികൃത രൂപങ്ങൾ. കഥയുടെ ടൈറ്റില് വികൃത രൂപങ്ങൾ. രൂപങ്ങൾ ഉണ്ടായിട്ടും സമൂഹത്താൽ വികൃതമാകപ്പെട്ടവർ, നിരാലംബർ, നിരയാനച്ചന്തം വരി വരിയായി വാരിക്കുന്തം. ഒന്ന് പോടാ. നിരാലംബർ, നിരഭയർ. എന്തെന്ന് ചെറുപയറാ? നിരഭയർ, നിർഭയർ. അത് തന്നെ, നിർഭയർ. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവർ, ഒന്ന് ഉറങ്ങാൻ ഒന്ന് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്തവർ. സമൂഹം ഉപേക്ഷിച്ച കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ അവശേഷിക്കുന്നത് ആർക്കും അറിയില്ല. ഇവരുടെ ഒരു കുടുംബത്തിലൂടെയാണ് എന്റെ യാത്ര. ഏക്കോ അച്ഛാ ഇതൊക്കെ? പിന്നെ തീർച്ചയായിട്ടും ഇതിന് മോള് തന്നെ തിരക്കഥ എഴുതണം. ഞാൻ ഈ ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും ക്യാമറ ഒപ്പിച്ചെന്നുണ്ടല്ലോ, സംഗതിയൊക്കെ ഞാൻ ഒപ്പിയെടുക്കാം. പിന്നെ ഒപ്പിയെടുക്കാനായിട്ട് ഇത് ചോർന്ന് കിടക്കാൻ ഒന്ന് പോടാ. നീ ഓടി പോടാ. എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തത് പോടാന്ന് ഒരു വിളിക്കണം. നല്ല കാര്യം പറയുമ്പോ അതിന്റെ ഇടക്ക് തല്ലുപിടുത്തം തുടങ്ങിക്കോളും. ആ കഥ ബാക്കി ഉണ്ടെങ്കിൽ പറ. കഥ ഇത്രേ ഉള്ളൂ, തീർന്നു. ഇനി ഇതൊന്നും മെച്ചപ്പെടുത്തി എടുക്കണം.